നമസ്കാരം, ഏവർക്കും കാർമിക് സൈക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനീഷ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് മനുഷ്യത്വത്തെക്കുറിച്ചാണ്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ബോസിനെ കുറിച്ചാണ്. സ്വന്തം കാര്യലബ്ധിക്ക് വേണ്ടി കൂടെ നിന്നവരെ പോലും ചവിട്ടിമെതിച്ച് മുന്നോട്ട് നീങ്ങുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത എൻ്റെ 2 കൊല്ലത്തെ ജാതകത്തെ ഒരു ജാതി ജാതകമാക്കി മാറ്റിയ ഒരു ജാതി ബോസ്. എൻ്റെ കരിയറിൽ 2ാമത്തെ സ്ഥാപനത്തിൽ ഞാനൊരു കംഫർട്ട് സോണിൽ സാമാന്യം നല്ല രീതിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഞാൻ എപ്പോഴും ജോബ് പോർട്ടലിൽ എൻ്റെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. അവർ എന്നെ ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു. ഞാൻ ആ ഇൻ്റർവ്യൂവിന് ചെന്ന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ ബോസിൻ്റെ ഒരു സബോർഡിനേറ്റും ഇൻ്റർവ്യൂ റൂമിലേക്ക് വരുന്നു. ബോസിൻ്റെ മുഖത്ത് ഒരു ചിരിയുണ്ടെങ്കിലും സബോർഡിനേറ്റിൻ്റെ മുഖത്ത് പുച്ഛം വാരി വിതറിയിരിക്കുന്നു. കഠോരമായ ചോദ്യങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ലെങ്കിലും ഞാൻ പറയുന്ന ഓരോ ഉത്തരത്തിന് ശേഷവും നമ്മുടെ ബോസും സബോർഡിനേറ്റും പുച്ഛഭാവത്തിൽ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ പ്രസന്നതയും കോൺഫിഡൻസും തകരാതെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. കുറേ നേരത്തിന് ശേഷം അറിയിക്കാം എന്ന ഒരു ഒഴുക്കൻ മറുപടിക്ക് ശേഷം എൻ്റെ ഇൻ്റർവ്യൂ പൂർത്തിയായതായി ഞാൻ തന്നെ സ്ഥിരീകരിച്ചു. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരു ദിവസം നമ്മുടെ ബോസിൻ്റെ കോൾ. ഞാൻ ഇൻ്റർവ്യൂ സെലക്ട് ആയിട്ടുണ്ട്, എപ്പോഴാണ് ജോയിൻ ചെയ്യാൻ പറ്റുക? നിലവിലെ ജോലിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്തതിനാലും പുതിയൊരു ജോലി നിർബന്ധമില്ലാത്തതിനാലും ഞാൻ വളരെ മികച്ചൊരു സാലറിയും ഡെസിഗ്നേഷനും ഡിമാൻഡ് ചെയ്തു. സ്വന്തമായി തീരുമാനമെടുക്കാൻ വരെ വളരെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ ബോസ് ഡിസ്കസ് ചെയ്ത ശേഷം അറിയിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ഫോൺ ഡിസ്കണക്ട് ചെയ്തു. വീണ്ടും നാളുകൾക്ക് ശേഷം എന്നെ വിളിച്ച് ഞാൻ ഡിമാൻഡ് ചെയ്ത സാലറിയും പൊസിഷനും അംഗീകരിച്ചതായി അവർ എന്നെ അറിയിച്ചു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ തള്ളിക്കളയണ്ട എന്ന് കരുതി ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു. കൊച്ചിയിലെ HR കമ്മ്യൂണിറ്റിയിൽ ഞാൻ എൻ്റെ പുതിയ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയെക്കുറിച്ച് വളരെ പോസിറ്റീവായ അഭിപ്രായമാണെങ്കിലും ഈ കമ്പനിയിലെ HR ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചും എനിക്ക് അത്ര നല്ല അഭിപ്രായമല്ല ലഭിച്ചത്. എങ്കിലും ആ റിസ്ക് ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഹ്യൂമൻ റിസോഴ്സസിലും പീപ്പിൾ മാനേജ്മെൻറ്റിലും അഗ്രഗണ്യരായ കുറേയേറെ ലീഡേഴ്സിൻ്റെ കൂടെ ജോലി ചെയ്ത പരിചയവും അവരുടെ സ്ട്രാറ്റജികൾ അടുത്തു നിന്ന് അറിയാൻ പറ്റിയതിൻ്റെ അനുഭവവുമായാണ് ആ മാനേജ്മെൻറ്റ് പൊസിഷനിൽ ജോയിൻ ചെയ്യാൻ ഞാൻ തീരുമാനമെടുത്തത്. അങ്ങനെ ഈ പുതിയ സ്ഥാപനത്തിൽ എൻ്റെ ആദ്യ ദിവസം ഞാൻ രാവിലെ തന്നെ ആ സ്ഥാപനത്തിലെത്തുന്നു. ആഹാ, നല്ല അടിപൊളി ദിവസം. ഞാൻ ജോയിൻ ചെയ്യുന്ന ആ ദിവസം തന്നെ അവിടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. നമ്മുടെ ബോസ് അവരുടെ റൂമിലേക്ക് എന്നെ വിളിക്കുന്നു. എന്നെ വെൽക്കം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ റിസൈൻ ചെയ്യുന്ന കുട്ടിയെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറയുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു ബേസിക് പിക്ചർ ലഭിച്ചു. അൺപ്രൊഫഷണലിസത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ബോസിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു സത്യം പറയട്ടെ, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ എത്ര തന്നെ മികച്ച ഒരു സ്ഥാപനമായിരുന്നാലും ആ സ്ഥാപനത്തെക്കുറിച്ചോ അവിടുത്തെ ചില രീതികളെക്കുറിച്ചോ തീർച്ചയായും നമുക്ക് പല എതിർ അഭിപ്രായങ്ങളും ഉണ്ടാകാം. അതൊരു ഹ്യൂമൻ സൈക്കോളജി മാത്രമല്ല പല സ്ഥാപനത്തിലും പുതിയൊരു വ്യക്തി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഈ സ്ഥാപനത്തിലെ രീതികളിൽ മനമെടുത്ത അവിടുത്തെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് പുതിയ വന്ന വ്യക്തിയോട് ഈ സ്ഥാപനത്തെക്കുറിച്ച് പല കുറ്റങ്ങളും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അനാരോഗ്യകരമായ പ്രവണത തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. പുതിയ വരുന്ന എംപ്ലോയി അയാൾ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെങ്കിലും അല്ല എങ്കിലും തനിക്ക് ലഭിച്ച ജോലിയെ എങ്ങനെ തൻ്റെ കരിയർ എൻഹാൻസ്മെൻറ്റിന് ഉപയോഗപ്പെടുത്താം എന്നും ആ ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ആസ്വദിക്കാം എന്നും കണ്ടെത്തണം. ഒരു കാരണവശാലും ഒരു ബോസ് തൻ്റെ സ്ഥാപനത്തെക്കുറിച്ചോ അവിടുത്തെ എന്തെങ്കിലും ഈവൻറ്റ് അല്ലെങ്കിൽ വ്യക്തികളെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പുതിയ വരുന്ന എംപ്ലോയിയോട് ആദ്യ ദിവസങ്ങളിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അയാളുടെ കോൺഫിഡൻസിനെ ഒരുപാട് ബാധിക്കും. അതൊരു വാസ്തവമാണ്.
എന്തായാലും ഈ ജാതി ബോസിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പെട്ടു. അങ്ങനെ വളരെ ടോക്സിക് ആയ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ ഞാൻ എങ്ങനെ അതിജീവിച്ചു എന്നതിൻ്റെ രസകരമായ അനുഭവങ്ങൾ ഒരു എപ്പിസോഡ് കൊണ്ട് പൂർത്തിയായില്ല. സോ ആ രസകരമായ അനുഭവങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദിസ് ഇസ് കാർമിക് സൈക്കിൾ ബൈ സനീഷ് സൈനിങ് ഓഫ്.